ഗിരീഷ് ഷേഡിയാണ് താരം. 5-ൽ 4 ബ്ലോക്ക് ബസ്റ്ററുകളാക്കി മാറ്റിയ പൊന്നുംകുടം പോലത്തെ സംവിധായകൻ. ബദ്ലഹം കുടുംബ യൂണിറ്റ് ഷുവർ ഷോട്ട് ഓണം വിന്നറായി മാറിയിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ, ഫീൽ ഗുഡ് റോംകോം. ഒരുപാട് കാലമായില്ല ഇങ്ങനെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള, നമുക്ക് ആ നായകന്റെ പൊസിഷനിൽ കയറി നിന്ന് പ്രണയിച്ചാൽ കൊള്ളാം എന്ന് നമ്മളെ കൊണ്ട് കാണുന്നവരെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളൊരു റൊമാൻറ്റിക് ഒരു പ്രണയകഥ വന്നിട്ട് ഒരുപാട് കാലമായതുകൊണ്ട്. പ്രേമലു പോലും അതിനൊരു അർബൻ കൾച്ചർ ഉണ്ടായിരുന്നു. ഇത് പക്ഷെ ഭയങ്കര റൂട്ടഡായി നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള വടക്കേ വെട്ടുവഴിയിൽ നടക്കുന്ന പ്രണയകഥ. അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബോയ് നെക്സ്റ്റ് ഡോർ നിവിൻ പോളിയുടെ സ്ട്രോങ്ങസ്റ്റ് അവതാർ തിരിച്ചു വന്നിരിക്കുകയാണ്. കൂട്ടിന് നമിത ബൈജുവിൻ്റെ എനിക്ക് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയ ഒരു സിനിമ കൂടിയാണ് ബദ്ലഹം കുടുംബ യൂണിറ്റ്. എന്താ പറയുക, അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ വന്നിട്ട് പെർഫോമൻസിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഇത് ഈ ഗിരീഷ് ഷേഡിയുടെ തന്നെ ടീമിലെ അമൽ ഡേവിസ്, ഷമീർ ഖാൻ, അങ്ങനെ കുറേ പേര് ഇതിനകത്തുണ്ട്. ബിനോയ്, പിന്നെ മാധവജറ്റ് അടക്കമുള്ള സ്വന്തം സിനിമയുടെ അടക്കം ഒരുപാട് സിനിമകളിലെ റെഫറൻസുകൾ ഇതിൽ വന്നിട്ടുണ്ട്, ഡയലോഗുകളായിട്ടൊക്കെ. പക്ഷെ അതൊന്നും ഫോഴ്സ്ഡ് ആയിട്ട് വന്ന പോലെ തോന്നണില്ല. നുറുങ്ങു തമാശകൾ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര രസകരമായിട്ട് കൂട്ടി ഇണക്കിയിട്ടുണ്ട്. ഭയങ്കര പൊട്ടിച്ചിരി സ്കിറ്റ് പോലത്തെ തമാശകളല്ല, സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ സിറ്റുവേഷനൊക്കെ ആയിട്ട് കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് മുഴച്ചു നിൽക്കാതെ അങ്ങ് സിങ്കായി പോയിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഓണത്തിന് വിത്ത് ഫാമിലി ആരെ വേണമെങ്കിൽ കൂടി പോയി കണ്ട് ചിരിച്ച് ഫീൽ ചെയ്ത് ഒക്കെ തിരിച്ചിറങ്ങാവുന്ന ഒരു അടിപൊളി സിനിമ. എന്താ പറയുക, ഈ അമിതാഭ് ബൈജുവിൻ്റെ കൊല്ലമാണ് ഇതെന്ന് പറയാം. കാരണം ഓൾറെഡി അന്യഭാഷയിൽ പോയിട്ട് ഓൾറെഡി 2-3 സിനിമകൾ 100 കോടി 200 കോടിയൊക്കെ അടിച്ച് വന്ന് നിൽക്കുന്നു. സർവമായക്ക് ശേഷം നിവിൻ പോളിക്ക് ഇടയിൽ 2 മോശം പടങ്ങൾ വന്നിരുന്നെങ്കിലും വീണ്ടും ഒരു സൂപ്പർ ഹിറ്റുമായിട്ട് നിവിൻ പോളിനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പേർക്ക് എന്താ പറയുക, നൊസ്റ്റാൾജിയയുടെ ഓർമ്മകളുടെയൊക്കെ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കയറാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, ഞാനൊരു തൃശ്ശൂർക്കാരനായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുടുംബ യൂണിറ്റ്, പിന്നെ പള്ളിയിലത്തെ പൂക്കള മത്സരം, ക്യാമ്പസ് ലൈഫ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. മിസ്സാക്കാൻ പാടില്ലാത്ത ഓണം റിലീസുകളിൽ ഒന്നാണ് ബദ്ലഹം കുടുംബ യൂണിറ്റ്. മസ്റ്റ് വാച്ച്.